പെരിയാറിൽ ജലനിരപ്പ് ഉയരുകയാണ്. പുറപ്പള്ളിക്കാവ്, പാതാളം, മഞ്ഞുമൽ റെഗുലേറ്റർ കം ബ്രിഡ്ജുകളുടെ മുഴുവൻ ഷട്ടറുകളും ഉയർത്തി വെള്ളം കടലിലേക്ക് ഒഴുക്കുകയാണ്. ആലുവയിൽ പെരിയാർ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് തോതിനും മുകളിൽ എത്തി നിൽക്കുകയാണ്. ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, അങ്ങനെ മുൻകരുതൽ നടപടിയെടുക്കാൻ ഉള്ളത്ര ജലനിരപ്പുണ്ട് പെരിയാറിൽ, അല്ലേ? പെരിയാറിൽ ജലനിരപ്പ് ഉയരുകയാണ്. ഇന്നലെ മുതൽ അതിനുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു. അപ്പോൾ തന്നെ പുറപ്പള്ളിക്കാവ്, മഞ്ഞുമ്മൽ, പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജുകൾ പൂർണ്ണമായും തുറന്നിരിക്കുകയാണ്. അതിന്റെ ഈ 3 RCBകളുടെയും മുഴുവൻ ഷട്ടറുകളും തുറന്നു വെച്ച് പരമാവധി വെള്ളം കടലിലേക്ക് ഒഴുക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭൂതത്താൻകെട്ട് റിസർവോയറിന്റെ, അതായത് ഭൂതത്താൻകെട്ട് ഡാമിന്റെ 15 ഷട്ടറുകളും തുറന്നു വെച്ച് ഇടുക്കിയിൽ നിന്ന് താഴേക്ക് ഒഴുകി വരുന്ന വെള്ളം പൂർണ്ണമായും പെരിയാറിലേക്ക് ഒഴുകി വരികയാണ്. അതുകൊണ്ടാണ് പെരിയാറിൽ ഇപ്പോൾ ആലുവ ശിവക്ഷേത്രം അടക്കമുള്ള ഭാഗത്ത് വെള്ളം കയറി നിൽക്കുന്നത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ RCBകൾ പൂർണ്ണമായും തുറന്നു വെച്ചുകൊണ്ട് വെള്ളം പരമാവധി കടലിലേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മാർത്താണ്ഡവർമ്മ പാലത്തിന്റെ ഭാഗത്ത്, അതായത് ആലുവ നഗരത്തിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ കാണുന്ന ആ മാർത്താണ്ഡവർമ്മ പാലത്തിന്റെ ഭാഗത്തുള്ള ഇപ്പോഴത്തെ വാട്ടർ ലെവൽ 3 മീറ്റർ 410 സെന്റിമീറ്റർ ആണ്. അതായത് ഫ്ലഡ് വാർണിംഗ് ലെവലിനേക്കാൾ മുകളിലാണ്, 22 സെന്റിമീറ്റർ മുകളിലാണ് ഇപ്പോൾ ആലുവ മാർത്താണ്ഡവർമ്മ പാലത്തിന്റെ ഭാഗത്തെ ജലനിരപ്പ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ ഒക്കെ കാണുന്നത് പോലെ ആലുവ ശിവക്ഷേത്രത്തിന്റെ പരിസരത്തെല്ലാം തന്നെ വെള്ളം കയറിയിരിക്കുന്നത്. അതേസമയം കാലടിയിലും മംഗലപ്പുഴയിലും ഫ്ലഡ് വാർണിംഗ് ലെവലിന് താഴെയാണ് പെരിയാർ ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അതീവ ജാഗ്രതയിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടമുള്ളത്. ഓരോ സമയത്തെയും മഴയും അതോടൊപ്പം തന്നെ നീരൊഴുക്കുമെല്ലാം സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ഉള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്.